ഒരു ചാനൽ ചർച്ച ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ ന്യൂസ് 18 പോയിട്ട്. അപ്പോൾ കെ എം നിയാസ് വെള്ളിയാഴ്ച കുത്തുബ കഴിഞ്ഞ് വന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയാണ്. ഞാൻ ജയ്യയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എന്നോട് ഒരു പള്ളിയിൽ പ്രൊഫസർ അല്ല ഒരു കോളേജിൽ പ്രൊഫസറായിരുന്ന ആള് പള്ളിയിൽ കുത്തുബ പറഞ്ഞിരുന്നത് അത് ഈ ഗസ്വൈന്തായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ടിപ്പു സുൽത്താൻ ഇവിടെ വന്ന് പടയോട്ടം നടത്തി, കേരളത്തിൽ വന്ന് പടയോട്ടം നടത്തി, മലബാറിൽ ഓരോ കുടുംബത്തിലും ഒരു മുസ്ലിമെങ്കിലും ഒരു മുസൽമാനെങ്കിലും ആവണം, ആ മുസൽമാൻ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇവിടെ ഇത്ര അധികം മുസ്ലിങ്ങൾ ഉള്ളത് എന്ന് പുള്ളിക്കാരൻ അവിടെ ഇത് ചെയ്യണം, ഈസ് കൺഫെസിങ് ടു ഹൗ ഇസ്ലാം ഗ്രൂ ഇൻ മലബാർ റീജിയൻ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, അപ്പോൾ പുള്ളിക്കാരൻ വളരെ നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പം നമ്മളെ അവസ്ഥയ്ക്ക് എന്തായിരുന്നു. ഇങ്ങനെ ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുന്നതിൽ വലിയ റോള് ടിപ്പു സുൽത്താനും ഔറംഗസീബും ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയാണ്, ഇതാണ് നമ്മുടെ മൗദൂദി പറഞ്ഞിട്ടുള്ളത്, ഇതാണ് നമ്മുടെ മൗദൂദി ഇസ്ലാമിക് സ്റ്റേറ്റ് ഇവിടെ ഉണ്ടാക്കണം എന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്, മൗദൂദി സാഹിബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ആ ഗസ്വായിന്തിന്റെ ആ ഒരു സുനൻ നസായിൽ നിന്ന് വരുന്ന കോൺടെക്സ്റ്റിൽ നിന്ന് പുള്ളിക്കാരൻ അതിന്റെ പൊളിറ്റിക്കൽ വശം പുള്ളിക്കാരൻ പറഞ്ഞു തരാണ്. അതാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതൊരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട്. അത് ഇസ്ലാമിന്റെ ഒരു പൊളിറ്റിക്കൽ സംഭവമായിട്ട് മുസ്ലിം ബ്രദർഹുഡിന്റെ ആ സംഭവം സയ്യിദ് കുത്തുബും ബാക്കിയുള്ളവരും കൊണ്ടുവന്ന് അതിപ്പോഴും കൊണ്ട് നടക്കുന്ന ഇസ്ലാമിന്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി അത് അപ്പടി പുറത്ത് പറയുന്ന ആൾക്കാരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. അതുകൊണ്ടാണ് അവർ മീഡിയ ഇപ്പോൾ കൈയടക്കി വെച്ചിട്ടുള്ളത്. അത് അവർക്ക് ശരിക്കും മര്യാദക്ക് അറിയാം. മീഡിയ വണ്ണും മാധ്യമം പോലത്തെ ചാനലുകൾ, ആ മീഡിയ എന്ന് പറഞ്ഞ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി, അതിനെ കൺകർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊപ്പഗണ്ട ഗെയിം അവർക്ക് വിൻ ചെയ്യാൻ പറ്റും എന്ന് വ്യക്തമായിട്ട് മുസ്ലിം ബ്രദർഹുഡിന് അറിയാവുന്നതുകൊണ്ട് അതേ അജണ്ടയാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി EKAP-കാരുടെ പള്ളിയിലാണ് ഈ നിയാസ് കുത്തുബ കേൾക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അറബിയിൽ മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഇവരെന്താണ് പറയുന്നത്, നമ്മളെന്താ പറയുന്നത്, ഇവർക്കൊന്നും മനസ്സിലാവണില്ല. ഈ പോത്തിനോട് വേദം ഒന്നും പോലെ അവിടെ എന്തൊക്കെ കേട്ടിട്ട് വരുന്നു. ഇനി ഇയാൾ മുജാഹിദ് പള്ളിയിലാണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിസ്ഡം ഗ്ലോബൽ എന്ന് പറയുന്ന സംഘടന അസൽ മുജാഹിദ് ബാലുശ്ശേരിന്റെ വെറുപ്പ് മാത്രം തുപ്പുന്ന ആൾക്കാരാണ്. അവിടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹറാമാണ്, നിങ്ങളെ പെൺകുട്ടികളെ ആണും പെണ്ണും ഒപ്പം ഇരുന്ന് പഠിക്കുന്ന സ്കൂളുകളിൽ വിടാൻ പാടില്ല, അത് ഹറാമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ KNM-കാരും അതിന്റെ മോസ്റ്റ് വേർഷൻ ആയിട്ടുള്ള വിസ്ഡംകാരും. മലയാളത്തിൽ മാത്രമേ കുത്തുബ പറയാറുള്ളൂ. അതുകൊണ്ട് വെറുപ്പ് അച്ചടി സാധനം കേൾക്കാൻ പറ്റും. ഇതേപോലെയാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ. ജമാഅത്ത് ഇസ്ലാമി കുറച്ചുകൂടി പൊളിറ്റിക്കൽ രീതികൾ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന വളരെ നല്ലൊരു സംഘടനയാണ്. അപ്പോൾ കെ എം നിയാസ് ഇങ്ങനത്തെ വല്ല പള്ളികളെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് പള്ളിയിലാണെന്നും കൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ശരി.